തെന്മല സിറ്റി എത്താൻ പോകുന്നത്. 2:30 ആയപ്പോൾ ഞാൻ കിടന്നതിന് ശേഷം പിന്നെ വണ്ടി എടുത്ത ആൾ ഓടിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കണ്ണൊന്ന് അടഞ്ഞു പോയായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായി. ആദ്യമൊക്കെ ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആള് നല്ല ഒച്ചയിൽ പാട്ടൊക്കെ വെച്ചേക്കാറ്. ബാക്ക് പാക്കർ അരുണിമ നിങ്ങളിപ്പോൾ കേട്ടല്ലോ. അതായത് അരുണിമ ഇപ്പോൾ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതികൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ അരുണിമയോട് പറയാം, അതായത് നിങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആരും നിർബന്ധിക്കുന്നതല്ല. നിങ്ങൾ സേഫ്റ്റി നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. അന്യരാജ്യത്തൊക്കെ പോയിട്ട് രാത്രി കാലങ്ങളിൽ ഇതുപോലെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സേഫ്റ്റി കുറവ് തന്നെയാണ്. എല്ലാവരും ഒരുപോലെയൊന്നും അല്ല. ഏത് രാജ്യത്തായി കഴിഞ്ഞാലും ഒരുപാട് ക്രിമിനലുകളുണ്ട്. ഈ ക്രിമിനലുകളൊക്കെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഈ പെപ്പർ സ്പ്രേയും അതുപോലെ തന്നെ സെഫ്റ്റി പിന്നൊന്നും അവിടെ നടക്കില്ല. അതായത് അവിടെ നിന്നും നിങ്ങൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ഓടും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ വളരെ മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളല്ലേ നോക്കേണ്ടത്, നാട്ടുകാരാണോ വന്ന് നോക്കേണ്ടത്? നാട്ടുകാർ നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്, പിന്നെ നിങ്ങൾ പറയുന്നതുള്ളൂ. ഇതൊക്കെ നാട്ടുകാരെ അറിയിക്കാനുള്ളൊരു ബാധ്യത എനിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാരെ അറിയിക്കണം. ഏതായാലും അരുണിമ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം കുറച്ച് രണ്ട് പറയാനുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം ഇടയ്ക്ക് വെച്ച് ഉറങ്ങിപ്പോയപ്പോൾ ഇയാൾ എന്നെ കയറി പിടിക്കാൻ വന്നു. ഞാൻ കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബെഡിൽ കിടന്നിട്ട് അങ്ങോട്ട് എൻ്റെ വയറിലങ്ങ് പിടിക്കാൻ വേണ്ടി. അത് ഞാൻ പെട്ടെന്ന് ഉറക്കത്തിലാണ്. ഉറക്കത്തിനിടയിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പാനിക്കായി. ഒരു സമയം 4 മണി സമയത്ത്. എന്നിട്ട് ഞാൻ ചാടി എണീച്ച് അപ്പം തന്നെ എൻ്റെ പേപ്പർ സ്പ്രേ ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ബാഗ് എൻ്റെ പൊന്നുകുട്ടി ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കണം. ഏത് യാത്രയായി കഴിഞ്ഞാലും നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാം. കുറേ ആൾക്കാരെ വെല്ലുവിളിക്കാം. ഇനി ഞാൻ കണ്ടില്ലേ പോയില്ലേ എന്നൊക്കെ പറയാം. ഇതൊക്കെ പറയാമെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ആണായാലും പെണ്ണായാലും ശരി, ഈ സേഫ്റ്റി എന്ന് പറയുന്നത് അത് മുഖ്യമാണ്. അത് അന്യരാജ്യത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ക്രിമിനലുകൾ. അവരെങ്ങനെയാണ് വരിക, ഏത് തരത്തിലാണ് വരിക എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇനി അവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലെ യാത്ര ഒഴിവാക്കിക്കൂടെ? എവിടെയാണ് പോകേണ്ടത്? നാളെ ഏതെങ്കിലും സ്ഥലത്ത് എത്തണം നിർബന്ധം എന്തെങ്കിലും ഉണ്ടോ? ഏതായാലും എവിടെയെങ്കിലും നിങ്ങൾക്ക് ടെൻ്റ് അടിച്ച് കൂടാം. നിങ്ങളിപ്പോഴും പറയുന്നത് അവിടെയുള്ളൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അവിടെ ചോദിക്കാലോ, ഞാൻ ഇവിടെ ഒന്ന് തങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചുകൂടെ? ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു റൂം എടുക്കണ്ടേ? അതായത് മനുഷ്യ ജീവനല്ലേ വലുത്. കണ്ടൻ്റൊക്കെ പിന്നെയും ഉണ്ടാക്കാം. കണ്ടൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവൻ ഉണ്ടെങ്കിലേ കണ്ടൻറ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണിമ ഈയിടെയായിട്ട് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഫൗളുകൾ മാത്രമാണ്. അതായത് പല സമയങ്ങളിലും നെഗറ്റീവ് വരുത്താനാണോ, ഇനി നെഗറ്റീവ് തംബ്നെയിലിട്ടാൽ മാത്രമേ ഇത് ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള ഒരു വിചാരം അരുണിമയ്ക്കും കൂടി വന്നിട്ടുണ്ട്. നെഗറ്റീവ് തംബ്നെയിലിട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഡ്രൈവറുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടു, ഡ്രൈവർ എന്നെ കയറി പിടിക്കാൻ വന്നു, അപ്പൂപ്പൻ എന്നെ വീട്ടിൽ നിന്നും ഓടിച്ചു, അപ്പൂപ്പൻ എന്നെ കയറ്റിയില്ല, അതുപോലെ തന്നെ പ്രേതങ്ങളുള്ള വീട്ടിൽ ഒരു ദിവസം, അയ്യോ എനിക്ക് ഭയമാകുന്നേ എന്നിങ്ങനെയുള്ള തംബ്നെയിലുകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീഡിയോ ഓടും എന്നുള്ള ഒരിത് അരുണിമയ്ക്ക് കൃത്യമായിട്ടും വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇമാതിരി തംബ്നെയിൽ ഇടുവോ, ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കോ? ഒരിക്കലും കാണിക്കത്തില്ല. വളരെ നല്ല രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ കറങ്ങുമ്പോഴേ അതൊക്കെ കാണിച്ചു തരുന്ന ഈ അരുണിമ കുറേ നാളുകളായിട്ട് എന്ന് പറയുന്നത് സഞ്ചരിക്കുന്നത് വേറൊരു വഴിയിലൂടെയാണ്. ഉള്ള കാര്യം പറയാലോ. എനിക്കിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണിമേൻ്റെ ചില വീഡിയോസ് ഒന്നും അങ്ങടങ്ങ് ദഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പുരോഗമനം തന്നെ. ഇവരെന്തോ ഒരു വലിയ കാര്യമാണ് കാണിക്കുന്നത്, വലിയ ഇതാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഏതായാലും നമ്മുടെ മക്കളൊക്കെ കാണിക്കുമ്പം അയ്യേ ഇതെന്താ നടേ എന്നുള്ള തരത്തിൽ വരെ എത്തുന്നതാണ് ഇവരുടെ ചില വീഡിയോസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതൊന്നും ഇവരെ ഞാൻ കുറ്റം പറയുന്നൊന്നല്ല. ഇവർക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇടാനുള്ള അധികാരം ഇവരുടെ ചാനലാണ്, ഇവർക്കുണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഒരുപാട് പേര് നിങ്ങളുടെ സ്നേഹിച്ചിരുന്നു, ഒരുപാട് പേര് നിങ്ങളുടെ പേജ് ഫോളോ ചെയ്തിരുന്നു, ഇപ്പോഴവരൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നിങ്ങൾ നടത്തണം.
ആദ്യ കാലങ്ങളിൽ അരുണിമയെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇപ്പോഴും ഉണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറേ ഞരമ്പന്മാർ, അതുപോലെ തന്നെ കുറേ ഞരമ്പത്തികൾ, ഇങ്ങനെയുള്ള കുറേ ടീമുകളാണ്. അവിടെയുള്ള നല്ല ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എന്നോ പൊടിയും തട്ടി പോയിരിക്കുന്നത്. പിന്നെ സബ് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചില സമയത്തൊക്കെ നോട്ടിഫിക്കേഷൻ വരും, അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് കാണുമെന്നല്ലാതെ അരുണിമയുടെ വ്യൂസിന് സംഭവിച്ച ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണിമയുടെ ആ ഒരു വീഡിയോസ് തന്നെയാണ്. ഇതുപോലെയുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഇടുക, അതിലൂടെ കുറച്ചുകൂടി അതായത് കുറച്ച് വീഡിയോസ് ഓടിക്കഴിഞ്ഞാൽ തനിക്ക് കുറച്ച് നേട്ടമാണെന്ന് വിചാരിക്കുക. ഒരു കാര്യം അരുണിമ മനസ്സിലാക്കണം, പലപ്പോഴും അരുണിമ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ പാഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൂർ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ പോകുന്ന കാര്യം സത്യസന്ധമായിട്ട് ഞാൻ ഇന്ന പോലെ ഇന്ന സ്ഥലത്തൂടെ പോയി, ഇവിടെ രാത്രി യാത്ര ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുന്നു, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ വരെ അവത്താവും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യ്. അല്ലാതെ ഒരു കൃത്യമായിട്ടും ഒരു ലോറിയിൽ കയറി എന്ന് പറയുന്നുണ്ട്, അത് കയറിനോ കയറിയിട്ടോ ഒന്നും നമുക്കറിയില്ല. കാരണം എല്ലാ വീഡിയോസും അതായത് മിക്ക വീഡിയോസിലും ഈയിടെയായിട്ട് ഇതുപോലെയുള്ള നെഗറ്റീവുകൾ മാത്രമാണ് വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ചോദിക്കുന്ന പോലെ എനിക്കും ചോദിക്കാനുള്ളത്, എൻ്റെ പൊന്നു മോളെ ആദ്യം നോക്കേണ്ടത് സേഫ്റ്റിയാണ്. പിന്നെ നാട്ടുകാരൊന്നും അല്ലല്ലോ ഇത് പറഞ്ഞു വിടുന്നത്. അതായത് നാട്ടുകാരൊക്കെ നിങ്ങളോ എന്തോ നിർബന്ധിച്ച് പറഞ്ഞു വിട്ട പോലെയാണല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ പോയിട്ട് കുടുക്കിൽ ചാടിയിട്ട് വരൂ, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞു വിട്ടതുപോലെയാണ് നിങ്ങളിപ്പോഴും ചെയ്യുന്നത്. അതല്ല വേണ്ടത്. നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോസുകൾ, നല്ല നല്ല സീനറികൾ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ പകർത്തിയിട്ട് നിങ്ങളുടെ ദിവസം എങ്ങനെ ആരംഭിക്കുന്നു, എങ്ങനെ അവസാനിക്കുന്നു, നിങ്ങൾ എവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ കാണിക്കൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടബാധിരയ്ക്ക് ഏതെങ്കിലും സ്ത്രീ ചെയ്യുന്ന കാര്യമാണോ? അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് പോലും പിടിച്ചു പറയും കൊള്ളയും നടത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് പോയിട്ട് പറയുന്നത് അയ്യോ എന്നെ ഒരുത്തൻ കയറി പിടിച്ചേ എന്ന്. എന്തൊരു വിരോധാഭാസമാണ്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതുപോലെ പോകാതെ നിങ്ങൾ നല്ല നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തിരിച്ചു വരും. അല്ലാതെ ഇതുപോലെ ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ എന്താ ഒരു വയസ്സായ ഒരാളെ നമ്മളെല്ലാവരും കണ്ടതാണ്, അയാളുടെ ഫാമിലിയെ പറഞ്ഞത്, അതൊക്കെ അരുണിമേനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോഴേ. അപ്പം എനിക്ക് പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവർ ആഫ്രിക്കയിലൊക്കെ ഇവർ സൈക്കിളിൽ പോകുമ്പോഴും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിൽ ഇവർ സൈക്കിളിൽ പോകുമ്പോഴൊക്കെ നല്ല വീഡിയോസ് ഇടുന്നതാണ്. പിന്നീട് ഇവർക്ക് തോന്നി ഇതിൽ കുറച്ചും കൂടി എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു കഷായമായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതുപോലെ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വീഡിയോസിലേക്ക് എന്തൊക്കെയോ ചേർക്കാൻ തുടങ്ങി, എന്തൊക്കെയോ പറയിച്ചിട്ട് ചേർക്കാൻ തുടങ്ങിയതുപോലെ. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അരുണിമയോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള കൂതറ വീഡിയോസുമായിട്ട് വരാതെ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ നോക്ക് നിങ്ങൾ. അതാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു വീഡിയോസ് ഇട്ടത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അതിൻ്റെ അടുത്ത് തെറി വിളിക്കുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങൾ എന്തിനാണ് പോയിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് പറയുന്നത് എൻ്റെ മോളെ ഒന്ന് നിങ്ങളുടെ സേഫ്റ്റി നോക്കൂ എന്ന് പറയുന്നുണ്ട്. ഇത് ആരെയാണ് നിങ്ങളിങ്ങനെ ഭയപ്പെടുത്തുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ ഇങ്ങനെയുള്ള വീഡിയോസ് തന്നെയാണ് ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അടുപ്പിച്ച് വരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് എന്നും കേട്ടിട്ട് തന്നെ അരുണിമ വീഡിയോ നിർത്തുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നന്ദി, നമസ്കാരം.